അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പരിശുദ്ധമായ ഇത്തികാഫിന്റെ നിയ്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇരിക്കുന്ന ഇരുത്തവും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വാലിഹായ അമലായി നമ്മൾ കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഹിജ്റ വർഷം 1447 കഴിഞ്ഞ് 1448 ഇൻഷാ അല്ലാഹ് വരുന്ന ബുധനോ വ്യാഴമോ നമ്മൾ കാലെടുത്ത് വെക്കും. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ വയസ്സുകൾ കണക്ക് ആക്കരുത്. ഇംഗ്ലീഷ് മാസം അപ്പോൾ ചിലപ്പോൾ ഇതായിട്ടുണ്ടാവും 30 ഒരു വയസ്സ് അപ്പോൾ കണക്കൂടില്ല. എല്ലാവരുടെ കൃത്യമായ വിവരങ്ങളൊക്കെ അതാവട്ടെ മറ്റേ ഇദ്ദയുടേതാവട്ടെ അത്തരത്തിലുള്ള എല്ലാ കണക്കുകളുടെയും കണക്ക് പറഞ്ഞത് ഖമരിയായ ഹിജ്റ വർഷം അനുസരിച്ചിട്ടാണ്. ആ അടിസ്ഥാനത്തിൽ നമുക്കൊക്കെ ഒരു വയസ്സ് കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ അള്ളാഹ് നമുക്ക് കണക്കാക്കിയിട്ടുള്ള മരണത്തിലേക്ക് ഒരു വയസ്സ് കൂടി നമ്മൾ അടുത്തുപോയി. ഒരു വയസ്സ് ജീവിതത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് ആഫിയത്ത് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. എന്താ പ്രിയപ്പെട്ടവരെ ഹിജ്റ? ദീർഘമായി സംസാരിക്കല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ദിവസം രാത്രിയിൽ അവിടുത്തെ പരിശുദ്ധമായ ഭവനത്തിൽ നിന്ന് താൻ ഉറങ്ങുന്ന കിടക്കപ്പായിൽ സയ്യിദുന അലിയാർ തങ്ങളെ കിടത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ വീട് വിട്ടിറങ്ങിയിട്ടുള്ള യാത്രയാണ് ഹിജ്റ. എന്തിനാ? എന്തെങ്കിലും ഒരു മോശക്കേട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. രാത്രികാലങ്ങളിൽ എന്തെങ്കിലും വേണ്ടാത്ത കളികളോ തമാശകളിലേക്കോ ഇടപെടാൻ വേണ്ടിയിട്ടല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കൃത്യമായ വചനം സത്യം ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ 53 വർഷക്കാലം അവിടുന്ന് ജീവിച്ച് ജനിച്ച് വളർന്ന എല്ലാം കൊണ്ട് സംതൃപ്തമായ ഒരു സുന്ദരമായ നാട്. ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിന് മക്ക വിട്ടുപോകാൻ തൃപ്തിയില്ല. അതുകൊണ്ടല്ലേ 3-ാം ദിവസം സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് കൂടെ മക്ക വിട്ടു പോകുമ്പോൾ മക്കയിലേക്ക് തിരിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സങ്കടത്തിന്റെ വാക്കുണ്ട്: ഓ മക്ക, നിന്റെ ജനത എന്നെ നിന്റെ ആ നാട്ടിൽ നിന്ന് ആട്ടിവിട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ നാട് വിട്ട് ഞാൻ പോകില്ലായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വൈകാരികമായ സംസാരം പോലും ആ ഹിജ്റ അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചു എന്നുള്ളതാ. പക്ഷേ പരിശുദ്ധ ഇലാഹിന്റെ തീരുമാനമാണ്, റബ്ബിന്റെ തീരുമാനമാണ്. ഈ ഒരു കലിമത്ത് തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടി മക്ക വിട്ടുപോകാൻ തന്റെ 53-ാമത്തെ വയസ്സിൽ റസൂൽ മാത്രല്ല തന്റെ സ്വഹാബ ജനിച്ചു വളർന്ന നാടും വീടും സമ്പത്തും എന്നല്ല കുടുംബത്തെ മൊത്തത്തിൽ വിട്ടിട്ട് നാട് വിട്ടുപോകാൻ. പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെക്കുന്ന ഒരു ഹിജ്റയുണ്ട്, നമ്മളൊക്കെ ജീവിതത്തിൽ പുലർത്തേണ്ട ഒരു ഹിജ്റ. അങ്ങനത്തെ ഒരു ഹിജ്റ ഇനിയില്ല. എനിക്ക് ശേഷം ഇനി നാട് വിട്ടുപോകുന്ന ഹിജ്റ ഇല്ല. ഇനിയൊരു ഹിജ്റ ഉണ്ട്. അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് ഇനിയുള്ള മുഹാജിർ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് മൻഹിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾ ചെയ്യൂതേ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, പരിശുദ്ധ റബ്ബ് പഠിപ്പിച്ചത്, ഈ ദുനിയാവിന്റെ പളപ്പളപ്പിൽ അറിയാതെ അറിഞ്ഞോ അറിയാതെയോ അതിന്റെ രസങ്ങളിൽ മുഴുകി ആ വഞ്ചന ചരക്കിൽ നമ്മളൊക്കെ പെട്ടുപോകുന്നു. അതിൽ നിന്ന് മാറി നിൽക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു വെച്ച ഹിജ്റ. ആ ഒരു ഹിജ്റയുടെ സന്ദേശമാണോ പരിശുദ്ധമായ ഹിജ്റ വർഷത്തിന്റെ അല്ലാഹുവിന്റെ റസൂൽ അന്ന് ആ വീട് വിട്ടിറങ്ങിയത് 1447 വർഷം ഈ ബുധനോടുകൂടി പൂർത്തീകരിച്ച് 1448 നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ട ഒരു പ്രതിജ്ഞ, അല്ലാഹും റസൂലും വിലക്കിയിട്ടുള്ള എതിർത്തിട്ടുള്ള സംഗതികളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഈ ദുനിയാവ് അങ്ങനെയാണ്. ഒരുപാട് രസങ്ങളായിട്ടാണ് ഈ ദുനിയാവിന്റെ കിടപ്പുള്ളത്. ഒരുപാട് രസങ്ങൾ. പരിശുദ്ധമായ സൂറത്തുൽ ഹദീദിന്റെ ഒരു ആയത്തുണ്ട്. എന്നാലോ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദുനിയാവിനെ പറ്റി പരിശുദ്ധ റബ്ബ് പറയാണ്, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅിബും വലഹുൻ. അത് കളികളാണ്, അത് വിനോദങ്ങളാണ്. വതഫാഖുറും ബൈനക്കും. നിങ്ങൾക്കിടയിൽ പരസ്പരം പൊങ്ങച്ചം പറയലാണ്. ഞാനാണ് വലുത്, ഞാനാണ് എല്ലാം കൊണ്ട് തികഞ്ഞവൻ. കഴിഞ്ഞോ? അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. അതിലും പെരുമ നടിക്കുകയാണ്. പടച്ചോനെ, എനിക്ക് തോന സ്വത്തുണ്ടല്ലോ, ഞാൻ തന്നെ ഈ വലിയ ആൾ. എനിക്ക് കുറെ സ്വത്ത്, കുറെ മക്കളുണ്ടല്ലോ, ഞാൻ തന്നെ വലിയ ആൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ അതിന് ഉദാഹരണമായിട്ടുള്ള ഒരു മഴയെ പറ്റിയുള്ള ഉദാഹരണം പറഞ്ഞിട്ട് പറയാണോ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവ് വഞ്ചന ചരക്ക് മാത്രമാണ് കേട്ടോ. തിരിച്ചറിയണം. പടച്ചുറപ്പിന്റെ കോടതിയിൽ പോകുമ്പോൾ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്,
ശദീദായ വളരെ ഗൗരവമായ ശിക്ഷ ഒരു വിഭാഗം ആളുകൾക്കും വമഗ്ഫിറത്തും വറിദ്വാൻ അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനവും അല്ലാഹുവിന്റെ പരിശുദ്ധമായ തൃപ്തി ലഭിക്കുന്ന ഒരു കൂട്ടരും. ദുനിയാവിന്റെ പളപളപ്പുകളും ദുനിയാവിന്റെ കളിതമാശകളും അത് ഏത് സമയത്താവട്ടെ ഞാൻ അതിനൊന്ന് എതിർത്ത് സംസാരിക്കുക തിരിച്ചറിവ് മുഅ്മിനീങ്ങളെ നമുക്ക് ഉണ്ടാവണം. രാത്രിയിൽ കളിക്കുന്ന കളിമാമാങ്കങ്ങളിലേക്ക് നമ്മളൊക്കെ എടുത്തു ചാടുമ്പോൾ തിരിച്ചറിവ് വേണം. അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അതിന്റെ തെറ്റിശ്രീകളെ പറയാനോ അല്ല, നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവണം. അത് ദുനിയാവിന്റെ വഞ്ചന ചരക്കാണെന്നുള്ള തിരിച്ചറിവ്. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഇത് വഞ്ചന ചരക്ക് മാത്രമാണ് എന്നല്ലേ അറബി അറിയുന്നവർക്കറിയാം. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ ഇല്ലകട്ട് ഇഖ്തിസാർ ചെയ്തിക്കാണ്, അത് വഞ്ചന ചരക്ക് മാത്രമാണ് ഈ ദുനിയാവ് എന്നുള്ള തിരിച്ചറിവ് വേണം. എന്നിട്ട് അടുത്ത ആയത്തിൽ പറയുന്നത് ആ തിരിച്ചറിവ് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വസാബിഖൂ വസാബിഖൂ ഇലൽ ഖൈറാത്ത് വൽ ജന്ന, വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ വ ജന്ന, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് പാപമോചനത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഒരു വയസ്സ് നമ്മളിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ ഇന്നലകൾ ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ എത്രയാണെന്ന് ചിന്തിക്കും പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളൊക്കെ കൈ കൊണ്ട് കാലുകൊണ്ട് കണ്ണുകൊണ്ട് സംസാരം കൊണ്ട് അന്യനെ ഉപദ്രവിച്ചത്, പടച്ചുറപ്പിലേക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തത്, രാത്രിയുടെ അന്ത്യാമെങ്കിൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കണ്ടത്, ഇതൊക്കെ പടച്ചുറപ്പിലേക്കൊന്ന് പൊറുപ്പിക്കാനുള്ള ദിവസം കൂടിയാണോ ദുൽഹിജ്ജ കഴിഞ്ഞ് പുതിയൊരു വർഷം നമ്മളിലേക്ക് കടന്നു വരിക. അതാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹ്, അല്ലാഹ് വിലക്കതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ആയത്ത് വീണ്ടും പറയാണ് വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ വ ജന്ന, സ്വർഗ്ഗത്തിലേക്കും അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും പടച്ചവന്റെ മഗ്ഫിറത്തിലേക്ക് പോകുമ്പോൾ അല്ലാഹ് പുറത്തുന്ന എത്ര തെമ്മാടിയാണെങ്കിലും അത് സ്വർഗ്ഗത്തിലേക്ക് കയറ്റും, മഗ്ഫിറത്തിലേക്ക് കയറ്റും. ഏതാ സ്വർഗം എന്നും അല്ലാഹു ആ ഖുർആൻ ആയത്തിന്റെ ശേഷം പറയാണ്. ഏതാണ് സ്വർഗം? അർളുഹാ കഅർളുസ് സമാഇ വൽ അർദ്, ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗം. ആകാശഭൂമിയുടെ ആ വിശാലമുള്ള സ്വർഗം ആർക്കാ? ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറുസുലി, പടച്ചോനെയും അള്ളാന്റെ പ്രവാചകന്മാരെയും അംഗീകരിച്ച് വഴിപ്പെട്ട് അനുസരിച്ച് ജീവിച്ച മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർഗത്തിലേക്ക് മഗ്ഫിറത്ത് കൊണ്ട് നിങ്ങൾ എടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാ. ഇതൊക്കെ പടച്ചോന്റെ ഔദാര്യാട്ടോ. നിങ്ങൾ ചെയ്ത മഗ്ഫിറത്ത് കൊണ്ടോ അമല് കൊണ്ടോ ആ സ്വർഗത്തിലേക്ക് പോകുന്നു കരുതണ്ട, അതും അള്ളാന്റെ ഔദാര്യം തന്നെയാണ്. അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുള്ളൂ, എല്ലാവർക്കും കിട്ടൂല. അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് ഈ മഗ്ഫിറത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഏത് കളിതമാശകളിൽ നമ്മൾ പെട്ടാലും ദുനിയാവിന്റെ പളപ്പളപ്പിൽ വഞ്ചിതനായി പോയാലും അതിൽ നിന്ന് രക്ഷപ്പെടാനും ബുദ്ധിപൂർണമായ ചിന്തയോടുകൂടി അള്ളാന്റെ മഗ്ഫിറത്തിലേക്കും ജന്നത്തിലേക്കും അടുക്കാൻ കഴിയുന്നത് അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് മാത്രമേ കഴിയുള്ളൂ. അതിൽ പെടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ ദീർഘിപ്പിക്കല്ല. ഒരു പുതിയ വർഷം നമ്മളിലേക്ക് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഹിജ്റ വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അറിയേണ്ട ചില തിരിച്ചറിവുകൾ അങ്ങനെയാണ്. അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടമില്ലാത്ത പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകരുത്. ദുനിയാവിന്റെ പളപ്പളപ്പ് പലതാണ്. അത് സമ്പത്ത് കൊണ്ടും വിനോദങ്ങളെ കൊണ്ടും കളികളെ കൊണ്ടും നിറഞ്ഞതാണ്. അതിൽ നമ്മൾ വഞ്ചിതരായി പോകരുത്, അതിൽ പെട്ടുപോകരുത്. വളരെ ബുദ്ധിയുള്ള മനുഷ്യൻ അതിൽ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാവൂ. അള്ളാഹു അതിൽ കൃത്യമായി ജീവിക്കാനും പടച്ചറബിനെയും അവന്റെ ഹബീബിനെയും അനുസരിച്ച് ജീവിക്കാനും ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.